ഈ ജുമുഅ ഇദ്ദേഹത്തിൽ നിന്ന് പോകുമെന്നത് പറഞ്ഞത് ആരൊക്കെയാണ്? അശ്ശഅബിയു, ഇമാം ഷാബി പറഞ്ഞിട്ടുണ്ട്. വന്നഹയ്യു, ഇമാം നഹി പറഞ്ഞിട്ടുണ്ട്. വലൗസാഇയു, ഔസായി പറഞ്ഞു. ഇമാമിങ്ങളെ ഇല്ല എന്ന് പറയണ്ട, ഇഷ്ടം പോലെ ഇമാമിങ്ങളുണ്ട്. ഇനി കേട്ടോ, വഖീല, ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. വഹാദ മദ്ഹബ് ഉമറ വ ഉസ്മാന വ അലിയും വ സഈദിൻ വ ഇബ്നു ഉമർ വ ഇബ്നു അബ്ബാസ് വ ഇബ്നു സുബൈർ. എല്ലാ പ്രമുഖരും, എല്ലാ സഹാബത്തും. വലിയ വിചിത്രവാദം എന്ന് പറഞ്ഞ ആളുകൾ അതേ സുപ്രഭാതത്തിൽ തന്നെ പിന്നെ UAE-യിലുള്ള ഔക്കാഫ് സലഫികളായിരുന്നില്ല, അശ്ശേരികളാണ്. ഇവിടെ കാന്തപുരത്തിനൊക്കെ വലിയ പിടിപാടുള്ള കേന്ദ്രമാണ് UAE എന്ന് പറഞ്ഞത്. അവിടുത്തെ ഔക്കാഫിൻ്റെ പ്രസ്താവന സുപ്രഭാതത്തിൽ വന്നു, പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് ജുമുഅ ഒഴിവാക്കി, വീടുകളിൽ ളുഹർ നമസ്കാരം ഒഴിവാക്കി. അപ്പോൾ ഇതിന്ന് ഒഴിവാക്കിയാരാ? സലഫികളല്ല. നമുക്ക് ഇവരെ പോലുള്ള മുസ്ലിയാക്കന്മാരോടൊക്കെ സ്നേഹത്തിൽ പറയും, ഇവർ താഴെ തട്ടിന്ന് ഈ ഫിഖൊക്കെ ഒന്ന് പഠിച്ചു പോരട്ടേന്നാണ്. ഏതെങ്കിലും കുറേ പാളക്കിതാബ് വായിച്ചിട്ട് അതന്നെയാണ് ദീന്, അതന്നെയാണ് ദീനിൻ്റെ വിധി എന്ന നിലപാടിലവരുള്ളത്. മതത്തിൻ്റെ പ്രമാണങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രാമാണികതയ്ക്ക് വില കൽപ്പിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ നിൽക്കുന്നൊരു കക്ഷിക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു സ്വാധീനം ഉണ്ടാക്കാനും ചർച്ചയിൽ നമ്മളൊന്ന് പിന്നെ ലൈവായി നിൽക്കാനും വേണ്ടി എതിർ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളെയും വിവാദമാക്കുക, പ്രമാണങ്ങളിലുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും. ഇപ്പോൾ എൻ്റെ ഏറ്റവും അവസാനം നമ്മൾ കണ്ട ഒരു ഉദാഹരണമായിരുന്നു റമദാനിൽ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ ഉള്ള കാര്യങ്ങൾ. അത് വിചിത്രവാദമാണ് എന്ന് പത്രത്തിൽ വരെ വരുന്ന സാഹചര്യം ഉണ്ടായി. മൊത്തം ലോകത്ത് ആദ്യമായിട്ടൊരു വെള്ളിയാഴ്ച പെരുന്നാൾ വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ആ വന്ന പത്രങ്ങളിൽ തന്നെ അതിൻ്റെ മറുവശങ്ങളും വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ശരിക്കും ഇതിൻ്റെ ഒരു മതവിധി എന്തായിരുന്നു? ശരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പിന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന്, ആ ദീനിനെ നമ്മൾ ദീനായിക്കൊണ്ട് മനസ്സിലാക്കണം. ആ ദീനിനെ നമ്മൾ കക്ഷി താല്പര്യങ്ങൾക്കും സംഘടനാ പോരുകൾക്കുമൊന്നും അല്ലെങ്കിൽ മദ്ഹബി പക്ഷപാതിത്വങ്ങൾക്കുമൊന്നും നമ്മൾ ഒരിക്കലും ദീനിനെ കരുവാക്കാൻ പാടില്ല. അതൊക്കെ നമുക്ക് വേറെ നടത്താം, അതിൻ്റെയൊക്കെ കുറ്റം പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് വേറെ വാങ്ങുന്നല്ലാതെ. മതം എന്നുള്ളത് അത് പവിത്രമാണ്. അതൊരു പക്ഷേ ആ മത നിയമങ്ങൾ നമ്മുടെ മദ്ഹബിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ മത നിയമം പഠിച്ചിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു മത നിയമത്തെ അല്ലെങ്കിൽ നമ്മുടെ മദ്ഹബിലില്ല എന്ന കാരണം കൊണ്ട് അത് ഇസ്ലാമിലില്ല, അത് പറയുന്നവരൊക്കെ മതം പൊളിക്കുന്നവരാണ്, മതം വെട്ടിമുറിക്കുന്നവരാണ്, ആളുകൾ ഇബാദത്ത് കളയുന്നവരാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ റമദാനിൽ പോലും എന്തൊക്കെ കോലാഹലങ്ങൾ ചില ആളുകൾ ഉണ്ടാക്കി. ഫൈസൽ മൗലവി അത് പറയുന്നതോടുകൂടി വിസ്തത്തെ അടിക്കാൻ ചില ആളുകൾ വിസ്തക്കാരിവിടെ പല പുതിയ കാര്യം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നത് മുജാഹിദി വിഭാഗത്തിൽപ്പെട്ട, പേരെടുത്ത് പറയാം, KNM വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ പോലും ഈ ഒരു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഹദീസിൽ വന്ന കാര്യത്തെ ദുരുപയോഗം ചെയ്തില്ലേ? എത്ര ഗുരുതരമായ കാര്യമാണ്. സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ജനങ്ങളെ അത് കോട്ടിമാട്ടി ജനങ്ങളെ എങ്ങനെ അവർക്കെതിരെ തിരിക്കാന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക മനസ്സിലാക്കും. അത് റമദാനിലും അങ്ങനെ തന്നെയാണ്. അതിലൊരു മാറ്റം നോമ്പ് നോറ്റിട്ട് മുസ്ലിയാക്കന്മാർക്ക് വന്നിട്ടില്ല നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇത്രയും ഒരു നീചമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. യഥാർത്ഥത്തിൽ മതത്തിൽ എന്താ ഉള്ളത്? ദീൻ പഠിക്കുന്ന മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചില വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ട് എന്നാലും പറയാം. എൻ്റെ കയ്യിലുള്ളത് കിതാബ് ഖുലാസത്തുൽ അഹ്കാം ഫി മുഹിമ്മാത്തി സുനനി വ ഖവാഇദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇമാം ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനായ ഇമാം നവവിയുടെ കിതാബാണ്. ഇമാം നവവി ഇപ്പം ചില ആളുകൾ പറഞ്ഞാൽ ഇത് മുജാഹിദികൾ കണ്ടെത്തിയ പുതിയ വാദമാണ്, ഇത് മുജാഹിദികൾ ഉണ്ടാക്കിയതാണ്, മതം പൊളിക്കാൻ ഉണ്ടാക്കിയതാണ്. എത്രത്തോളം ചില ആളുകൾ ഈ സംഘടനാ താല്പര്യത്തിന് പുറമെ എന്താ വെച്ചാൽ പുതിയ പുതിയ വാദങ്ങൾ ഉണ്ടാക്കുകയാണ്, ഇവരെ കൂടണ്ട, മതം പോകുന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ നൂലാമാലകൾ. യഥാർത്ഥത്തിൽ നമ്മൾ വളരെ സങ്കടത്തോട് പറയുന്നു, നിങ്ങൾ പറയുന്ന ഓരോ ആരോപണങ്ങളും ചെന്ന് തറച്ചത് ഒന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. രണ്ടാമത് ഈ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെയും ഇമാമുകളുടെയും നേരെയാണ്. അവർ പറയാത്തൊന്നും മുജാഹിദീങ്ങളോട് പറഞ്ഞിട്ടല്ല. പിന്നെ എന്തൊക്കെ കളകൾ പറഞ്ഞു. ഇവിടെ ജുമ വേണ്ടെന്ന് പറഞ്ഞു. ആരവിടെ ജുമ വേണ്ടെന്ന് പറഞ്ഞു? എന്താ ഇസ്ലാമിലുള്ളത്? ഇസ്ലാമിലുള്ളത് അതുപോലെ പറയുക മാത്രമാണ് മുജാഹിദ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇമാം നവവി ഇവിടെ കിതാബ്, ഈ കിതാബിൽ ഒരു അധ്യായം കാണാം. ബാബു ഇദാ സാദഫ യൗമുൽ ജുമുഅത്തി യൗമ ഐദിൻ.
യൗമുൽ ജുമയും യൗമു ഈദും ഒരുമിച്ച് വന്നാൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇപ്പോൾ ചില ആളുകളൊക്കെ സംസാരം കേട്ടത് ഖിയാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാം തുടങ്ങിയിട്ട് ആദ്യത്തെ പെരുന്നാളാണ് ഇപ്പോൾ വെള്ളിയാഴ്ച വരുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണിത്. ഇത് ഇമാം നവവി അദ്ദേഹത്തിന് കിതാബിൽ കൊടുക്കുകയാണ്. അങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? നവവി പറയട്ടെ. അദ്ദേഹം ഒരു ഹദീസ് കൊടുക്കുകയാണ്. അൻ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ഖാല ഷഹിദ്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈൻ ഇസ്തമഅ. സയ്യിദ് ഇബ്നു അർഖം ആരാണ്? വിസ്തക്കാരനല്ലല്ലോ, റസൂലുള്ളാഹിയുടെ സഹാബിയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ സയ്യിദ് ഇബ്നു അർഖം പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 2 ഈദുകൾക്ക് അത് ഒരുമിച്ച് വന്ന ഈദിൽ ഞാൻ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പെരുന്നാൾ വന്നപ്പോൾ അതായത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായി. ഫസല്ലൽ ഈദ. അപ്പോൾ സ്വാഭാവികമായിട്ടും പെരുന്നാൾ നിസ്കാരമാണല്ലോ ആദ്യം നിർവഹിക്കുക. അപ്പോൾ ഞങ്ങൾ ഈദ് നിസ്കരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് നിസ്കരിച്ചു. സുമ്മ റഖസ ഫിൽ ജുമുഅത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅക്ക് ഇളവ് കൊടുത്തു. ഇളവ് ഇഷ്ടക്കാർ കൊടുത്ത ഇളവല്ല, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഇളവാണ്. ഈ മുത്തുനബി എങ്ങനെയാണ് ഇളവ് കൊടുക്കുക? ഒമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു. അപ്പോൾ അള്ളാഹുവിനെയാണ് ഈ ആളുകൾ പരിഹസിച്ചത്. ഈ മുജാഹിദുകളൊരു കാര്യം പറഞ്ഞപ്പോൾ അതിനെതിരെ വീഡിയോ ഇറക്കിയവരും ഖുതുബ പറഞ്ഞവരും ക്ലാസ് എടുത്തവരും അതുപോലെ തന്നെ എഴുതിയവരും പ്രസംഗിച്ചവരും ഒക്കെ ആരെയാണ് പരിഹസിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. സുമ്മ റഖസ എന്ന് പറഞ്ഞ് പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇളവ് കൊടുക്കൂലല്ലോ. അള്ളാഹുവിൻ്റെ നിയമപ്രകാരം നടപ്പിലാക്കാനാണല്ലോ റസൂലുള്ളാഹിനെ അള്ളാഹ് നിയോഗിച്ചത്. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്സ കൊടുത്തു ഫിൽ ജുമുഅത്തി. എന്നിട്ട് പ്രവാചകൻ്റെ വാക്കെന്താ? മൻ ശാ അൻ യുസല്ലിയ ഫല്യുസല്ലി. ഇഷ്ടമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജുമ നിസ്കരിക്കാം. പക്ഷെ അവൻ ളുഹർ നിസ്കരിക്കണം. ളുഹർ അവന് ഒഴിവാകുന്നില്ല. പക്ഷെ ജുമ അവൻ എന്ത് ചെയ്യുക? ഇഷ്ടമുണ്ടെങ്കിൽ പള്ളിയിൽ വന്നാൽ മതി. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊടുത്ത റുഖ്സയാണെന്ന് ഇമാം നവവിയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കിതാബിൽ. ഇമാം നവവി പറയാണ്. എന്നിട്ട് അദ്ദേഹം റവാഹു അബൂ ദാവൂദ് വന്നസഈ ബിസ്നാദിൻ ഹസൻ. ഈ ഹദീസ് ലൈഫ എന്ന് പറയുന്നത് അള്ളാഹ് നിൽക്കണ്ട, ഹസനായ ഹദീസിലൂടെ ഉദ്ധരിക്കപ്പെട്ടു. ഇതൊരു സംഭവം. ഇനി അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു. പക്ഷേ പ്രവാചകൻ ജുമക്ക് വന്നിട്ടുണ്ട്. കാരണം പ്രവാചകൻ ഇമാമാണ്, ഇമാമിൻ്റെ ജുമക്ക് വരണം. അവിടെ നാട്ടിൽ ജുമ അടക്കണം. പക്ഷെ പങ്കെടുക്കുന്ന ആളുകൾക്ക് റുഖ്സ ഉണ്ടാവും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുണ്ട്. ഇനി സഹാബത്തിൻ്റെ രീതി എന്താണ്? ഇതൊക്കെ ദീന് പഠിക്കണ്ടേ? ദീന് പഠിക്കാതെ എന്തെങ്കിലും ഒരു സംഘടനാ കക്ഷിത്വം കൊണ്ടോ സംഘടനാ വിരോധം കൊണ്ടോ മദ്ഹബി പക്ഷപാതിത്വം കൊണ്ടോ പ്രിയ സഹോദരന്മാർ നമ്മൾ ദീന് കൊണ്ട് കളിക്കാൻ പാടില്ല. എന്താ ഇമാമിന് അദ്ദേഹത്തിന് കിതാബിൽ കൊടുക്കും? വഅൻ അത്തായിൻ. അത്ത താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, സൊല്ല ഇബ്നു സുബൈർ ഫി യൗമി ഈദിൻ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പിന്നെ ജുമുഅ ദിവസം നിസ്കരിച്ചു. യൗമുൽ ജുമുഅത്തി അവ്വല അന്നഹാർ. അഥവാ പെരുന്നാൾ നിസ്കാരം പിന്നെ രാവിലത്തെ തുടക്കത്തിൽ നിസ്കരിച്ചു. സുമ്മ റുഹ്ന ഇല ജുമുഅ. പിന്നെ ജുമുഅൻ്റെ സമയപ്പോൾ ഞങ്ങളൊക്കെ ജുമുഅക്ക് പോയി. പക്ഷേ ഫലം യഖ്റുജു ഇലൈന. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ത് ചെയ്തിട്ടില്ല? ജുമുഅക്ക് വന്നില്ല. ഫസല്ലീന വഹ്ദാനൻ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? പിന്നെ ഒറ്റക്കൊറ്റക്കായി നിസ്കരിച്ചു. അങ്ങനെ വക്കാൻ ഇബ്നു അബ്ബാസ് ബി ത്വായിഫ്. അപ്പോൾ ഇബ്നു അബ്ബാസ് ആണ് അന്ന് ത്വായിഫിലാണ്. അങ്ങനെ ഫലമ്മ ഖദിമ. അതിന് ഇബ്നു അബ്ബാസ് ത്വായിഫിൽ നിന്ന് വന്ന സന്ദർഭത്തിൽ ദക്കർന ദാലിക ലഹു. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇയാൾ ജുമുഅക്ക് വന്നില്ല. അപ്പം എന്താ പറഞ്ഞു? ചേട്ടാ ദീൻ പൊളിച്ച്, എന്തൊരു പുതിയ മതാണ് കേട്ടോ. ഫഖാൽ അസാബ സുന്ന. ആരാ പറഞ്ഞത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അസാബ അസുന്ന. ഇത് വിസ്തക്കാരുണ്ടാക്കിയ ദീനല്ല. അത് ഇമാം കിതാബ് പഠിക്കാതെ മൂല്യന്മാർ വളരെ നിൽക്കരുത്. മനസ്സിലായില്ലേ? വഹാബികൾ എന്തെങ്കിലും അടിക്കാന്നുള്ള വടിയും പാലും എടുക്കണം. പേരോടനെ അടക്കം പറയാനുള്ളതാണ്. പേരോടനെ അടക്കം നമ്മൾ പറയാനുള്ളത്. അസാബ സുന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദീന്ന് പുറത്തു പോയിന്നാ? ദീന് പൊളിച്ചു എന്നാ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ദീന് സുന്നത്തിന് അദ്ദേഹം പിൻപറ്റിയെന്നാണ്. അപ്പോൾ ഈ സുന്നത്ത് എവിടുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പഠിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത്. എന്നിട്ട് ഈ ഹദീസിനെ പറ്റി ഇമാം നബി പറയുന്നത് റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ അലാ ഷർത്തി മുസ്ലിമിൻ. ഇമാം മുസ്ലിമിൻ്റെ ഷർത്ത് പ്രകാരം ഉള്ള ഹദീസാണിത്, തള്ളാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് ദീന്. ഇത് റസൂലുള്ളാഹിക്ക് അറിയാം, സഹാബത്തിനറിയാം. ഇത് അത്താ ഉദ്ധരിക്കുന്ന ആരാണ്? താബിയാണ്. അപ്പോൾ ആദ്യത്തെ റസൂലുള്ളാഹിക്കും സഹാബത്തിനും താബിയങ്ങൾക്കും ഒക്കെ അറിയുന്നൊരു കാര്യം, അവർ ചെയ്തൊരു കാര്യം ആര് പറഞ്ഞു? ഇമാം നവവി കിതാബിൽ പറഞ്ഞു. ആ നവവി കിതാബിൽ പറഞ്ഞ കാര്യം തന്നെയാണ് മുജാഹിദീങ്ങൾ പറഞ്ഞത്. അതിനെതിരെ മുജാഹിദീങ്ങൾക്ക് വിസ്തക്കാർക്കെതിരെ കൊടിയും വാളൊക്കെ എടുത്തോലൊക്കെ ദീന് പഠിക്കുക. ഇനി ഇപ്പം ചില ആളുകൾ പറഞ്ഞെന്ന് വെച്ചാൽ അതൊക്കെ ഹദീസിലുണ്ട്, പക്ഷേ ഇമാമിങ്ങളൊന്നും പറഞ്ഞില്ല.
നിങ്ങളിങ്ങനെ ഹദീസ് നോക്കി മാത്രം ദീന് പറഞ്ഞ ആൾക്കാരാണ്. അത് പച്ചു നമുക്ക് ആ ഹദീസ് കിട്ടിയത് ആരിലൂടെയാണ്? ഇമാമിങ്ങളിലൂടെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇമാമിങ്ങൾ പറഞ്ഞു നോക്കുക. ഈ മൂല്യന്മാരോടും ഈ വിമർശകന്മാരൊക്കെ നമ്മൾ വളരെ നസീഹത്തോട് പറയാം, നിങ്ങൾ ഒരു ദീന് പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒന്നുകിൽ അറിയാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടാക്കുക, അതല്ലെങ്കിൽ മിണ്ടുന്നുണ്ടെങ്കിൽ കിതാബൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക പറയുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ദീൻ പറയാൻ നിൽക്കരുത്. കക്ഷിത്തൊക്കെ ഇതൊക്കെ പൊളിഞ്ഞോ, ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ പൊളിയും. കാരണം ഇന്ന് ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ദീനല്ലേ. അപ്പോൾ ഇമാം മുഗ്നി ഇമാം ഇബ്നു ഖുദ്ദാം അൽ മഖ്ദസി അദ്ദേഹത്തിൻ്റെ മുഗ്നി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഫിഖിൻ്റെ കിതാബ്, അത് ഹിജ്റ 620 അദ്ദേഹം മരിച്ചത്. അദ്ദേഹം വിസ്തൃത മെമ്പർഷിപ്പുള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കിതാബിൽ കേട്ടോ ഒരു ഫിഖിൻ്റെ ഇത് ഇമാമിങ്ങൾ പറഞ്ഞതെന്ന് പറയണ്ട, ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതെന്ന് നമ്മൾ പറയുള്ളൂ. നമ്മൾ ഈ വിസ്തക്കാരാണെങ്കിൽ മുജാഹിദീങ്ങളുടെ ഇമാമിങ്ങൾ പറയാത്തൊരു വാചകം നമുക്ക് ഇമാമിങ്ങൾ പറഞ്ഞതിന് മുഴുവൻ പറയാൻ നേരമല്ലോ അവിടെ, പിന്നെ ഇനി പറയാത്ത പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം പറയാണ് വൈൻ ഇത്തഫഖ ഈദുൻ ഫി യൗമി ജുമഅത്തിൻ, ജുമഅ ദിവസം ഈദ് ഒന്നിച്ചു വന്നാൽ സഖത ഹുദൂറുൽ ജുമഅത്തി അമ്മൻ സ്വല്ലൽ ഈദ, ഈദ് നിസ്കരിച്ച ആളുകൾക്ക് ജുമഅക്ക് ഹാദിറാവുക എന്നത് ഇല്ലാതെയാകും. വേറെ വരേണ്ട ആവശ്യമില്ല. ഇല്ലൽ ഇമാം, ഇമാമിന് ജുമഅ വേണം. ഫഇന്നഹ ലാ തസ്ഖതു അൻഹു, ഇമാമിൽ നിന്ന് ജുമഅ പോകുന്നില്ല. ഇല്ല അല്ലാ യസ്തമിഅ ലഹു മൻ യുസല്ലി ബിഹി അൽ ജുമഅ, ജുമഅക്ക് വരേണ്ട ആളുകൾ ആരും വന്നിട്ടില്ല, പിന്നെ ഇമാം ഒറ്റക്ക് ജുമഅ നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ മാത്രവുമല്ല വഫീ വുജൂബിഹാ ലിൽ ഇമാമി റിവായത്താനി, ഇമാമിന് വുജൂബാണെന്ന കാര്യത്തിൽ 2 റിവായത്തുണ്ട്. ഇനി വമിമ്മൻ, ഇനി കേട്ടോളി, ഇത് വിമർശിച്ച ആളുകളും അതുപോലെ തന്നെ കേനമിൻ്റെ ആൾക്കാർക്ക് കാത് തുറന്ന് കേട്ടോളൂ, ഇത് മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയതല്ല. വമിമ്മൻ ഖാല ബിസുഖൂതിഹാ, ഈ ജുമഅ ഇദ്ദേഹത്തിൽ നിന്ന് പോകുമെന്നത് പറഞ്ഞത് ആരൊക്കെയാണ്? അശ്ശഅബിയു, ഇമാം ഷാബി പറഞ്ഞിട്ടുണ്ട്. വന്നഹയ്യു, ഇമാം നഹി പറഞ്ഞിട്ടുണ്ട്. വലൗസാഇയു, യൗസായി പറഞ്ഞു. ഇമാമിങ്ങളില്ല എന്ന് പറയണ്ട, ഇഷ്ടം പോലെ ഇമാമിങ്ങളുണ്ട്. ഇനി കേട്ടോ, വഖീല, ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. വഹാദ മദ്ഹബ് ഉമറ വ ഉസ്മാന വ അലിയും വ സഈദിൻ വ ഇബ്നു ഉമറ വ ഇബ്നു അബ്ബാസ് വ ഇബ്നു സുബൈർ, എല്ലാ പ്രമുഖരും എല്ലാ സഹാബത്തും. അപ്പോൾ സഹാബിമാർക്ക് പരിചയമുണ്ട്, അതുപോലെ തന്നെ പിന്നെ റസൂലുള്ളാഹിക്ക് പരിചയമുണ്ട്, ഇമാമിങ്ങൾക്ക് പരിചയമുണ്ട്, താബീങ്ങൾക്ക് പരിചയമുണ്ട്, എല്ലാവർക്കും പരിചയമുണ്ട്. കേരളത്തിലെ സമസ്തക്കാർക്കും കുറച്ച് കേന്ദ്രന്മാർക്കും കുറച്ച് സംഘടന പക്ഷപാതത്തിലുള്ള ആൾക്ക് മാത്രം പരിചയമില്ല. പിന്നെ ഇപ്പോൾ എന്താ ഷാഫി മദ്ഹബിൽ ഇതില്ല, ശരിയാണ്. പക്ഷേ ഷാഫി മദ്ഹബിലില്ലാത്ത എത്ര കാര്യങ്ങൾ ദീൻ ഇസ്ലാമിലുണ്ട്. ഷാഫി മദ്ഹബ് പറഞ്ഞു കേട്ടാൽ തോന്നും കേരളത്തിലെ സമസ്തക്കാരുമായി ഷാഫി മദ്ഹബിന് അക്ഷരം പ്രതി പിൻപറ്റുന്നവരാണെന്നാണ്. ഷാഫി മദ്ഹബും ഇവരുത് ശരിക്കും ഷാഫി മദ്ഹബിൻ്റെ ഓരത്ത് പോലും വരാത്ത മദ്ഹബ് ഇവരുത്. നേരത്തെ പറഞ്ഞു ഷിയാക്കളുമായി കൂടിക്കിടന്ന്. അപ്പോൾ ഷാഫി മദ്ഹബിൽ ഖബർ കെട്ടിപ്പൊന്തിക്കാൻ പറ്റി എന്താ ഇമാമിനെ ഷറഫ് മുസ്ലിം പറഞ്ഞു, അത് ഷാഫി മദ്ഹബിൽ അങ്ങ് ഇരിക്കണ്ടോ? മാത്രവുമല്ല, പിന്നെ ഷാഫി മദ്ഹബിൽ ഇല്ലാത്തൊരു കാര്യം ഹംബലി മദ്ഹബിലുണ്ട്. ഇവർ സാധാരണ പറയുന്നത് എന്താ, 4-1 മദ്ഹബ് സ്വീകരിച്ചാൽ മതി എന്നാൽ അതെങ്കിലും ഒരു പിന്നെ മുജാഹിദീങ്ങൾക്കൊരു വക വെച്ചേരണ്ടേ പേരോട്. ഇവരെന്നാൽ ഒന്നുമില്ലെങ്കിലും ഇമാം അഹമ്മദിൻ്റെ മദ്ഹബിൽ ഈ വാദമുണ്ട്, അപ്പോൾ അതും പഠിച്ചിട്ടില്ല. വെറുതെ കിട്ടിയ ചാൻസിൽ മുജാഹിദീങ്ങൾ എന്ത് ചെയ്യുക, കുത്താൻ വേണ്ടി നോക്കുക. ഇനി മാത്രമല്ല സഹോദരന്മാർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവിടെ ഈ സമസ്തക്കാരുടെ പെരുന്നാൾ ഇപ്പോൾ നമ്മൾ വെട്ടിച്ചുരുക്കി ആകെ കൊളാക്കിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന പെരുന്നാൾ ആഘോഷങ്ങളെ പറ്റിയൊക്കെ ഹദീസിലുണ്ടല്ലോ. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന പെരുന്നാളുണ്ടല്ലോ, ഒരു ഹദീസ് ഞാൻ വായിക്കാം. പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, അതിൻ്റെ ഹഡിങ് എന്താ അറിയോ? ബാബു മൗഇദത്തുൽ ഇമാമി അന്നിസാ യൗമുൽ ഈദി, ഈദിൻ്റെ അന്ന്, പെരുന്നാളിൻ്റെ അന്ന് ഇമാമ് സ്ത്രീകളെ ഉപദേശിക്കൽ. ഞാൻ ചോദിക്കണം, കേരളത്തിൽ ഇന്നേ വരെ ഒരു മുസ്ലിയാർക്ക് ഒരു പള്ളിയിൽ ഈ ഒരു ഉപദേശം നടന്നായിക്കൂടെ തെളിയിക്കാൻ കഴിയുമോ? അപ്പോൾ നിങ്ങളെ പെരുന്നാൾ വേറെയാണ്, റസൂലുള്ളാഹിൻ്റെ പെരുന്നാൾ വേറെയാണ്. മാത്രമല്ല, എന്നിട്ട് ഹദീസിൽ കാണാം, പിന്നെ ഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ഫത്രി ഫസല്ല ഫബദഅ ബിസ്സലാത്തി സുമ്മ ഖതബ ഫലമ്മ ഫറഗ നസല ഫഅതൻ നിസാഅ ഫദക്കറഹുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുന്തിയ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പെണ്ണുങ്ങളെത്തിയിട്ട് ഉപദേശം നടത്തി, പെരി പോയിട്ടല്ല. അപ്പോൾ ഈ കേരളത്തിൽ ഈ ഇതുപോലൊരു പെരുന്നാളാഘോഷം മുജാഹിദീങ്ങളും അല്ലാതെ, അല്ലെങ്കിൽ അതൊരു ജമാഅത്ത് ഇസ്ലാമി പള്ളി പോകുന്ന ആളുകളല്ലാതെ ഒരൊറ്റ സമസ്തൻ്റെ പള്ളിയിൽ ഇതെന്ത് ഹദീസല്ലേ ഇത്? അപ്പോൾ ആരാ ദീൻ വെട്ടിമുറിച്ച്? ഈ നന്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, എന്തുകൊണ്ടാണ് ഫയഷ്ഹദുനൽ ഖൈറാന,
അവർ ഖൈറിന് സാക്ഷി നിൽക്കട്ടെ. അപ്പോൾ ആ ദീനിൻ്റെ ഖൈറിന് വെട്ടിമുറിച്ചവരാരാ അവിടെ? സമസ്തക്കാരല്ലേ? ഇനി മാത്രമല്ല, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈദൊക്കെ മുസല്ലയിലാണ് അധികം. ഖുറൂജുൽ ഇമാം ഇൽ മുസല്ല, ഇമാമ് എത്രയോ അധ്യായങ്ങൾ ബുഖാരിൽ മുസ്ലിമിൽ അടക്കമുണ്ട്. അത് വേറെ വിഷയമാണ്. അത് സമസ്തക്കാർക്കുണ്ടോ? ഇല്ലല്ലോ. ഒരു പള്ളി പെരുന്നാൾ കഴിക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അഫ്ദൽ. എന്തുകൊണ്ട്? ഇത് മുസ്ലിമുകളുടെ മൊത്തം ആഘോഷമാണ്. അശുദ്ധിയുള്ള പെണ്ണുങ്ങളടക്കം ഇതിലേക്ക് വരണമെന്ന് പ്രവാചകൻ്റെ നിർദ്ദേശവും കൽപ്പനയാണ്. അപ്പം അത് ദീനിൽ വെട്ടിമുറിച്ച ആൾക്കാർ പറയാണ് ജുമ നിന്നപ്പോൾ ജുമ ഒഴിവാക്കി. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത റുഖ്സത്തിനെ ഇല്ല എന്ന് പറയാൻ ഒരാൾക്കും അധികാരം, അതാ ഒരു മുജാഹിദിനും അധികാരമില്ല. ഉള്ളതുപോലെ നമ്മൾ പറയാം. പിന്നെ ചില ആളുകൾ ചോദിക്കണം എന്താ വെച്ചാൽ, പിന്നെ സുന്നത്ത് അല്ലേ ഏത് ഈദ് നിസ്കാരം, സുന്നത്ത് നിസ്കരിച്ചാൽ അങ്ങനെ ഫർള് കൂടുമോ? അപ്പം അത് ആ ചോദ്യം ഒന്നാമത് ചോദിക്കേണ്ടത് നബീനോടാ. കാരണം നബിയാണുള്ളത് റുഖ്സത്ത് കൊടുത്ത്. ഇനിയിപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. അപ്പം നമ്മൾ സുന്നി മുജാഹിദ് അഭിപ്രായമായിട്ടില്ലാത്തൊരു കാര്യം നമുക്ക് എടുക്കാം. ഒരു ഉദാഹരണത്തിനാട്ടോ, തന്നെ നേർക്കുന്നതല്ല. ഇപ്പോൾ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജുമുഅൻ്റെ വിധി എന്താ? സുന്നത്തല്ലേ? യാത്രക്കാരൻ്റെ വിധി അതിപ്പോൾ സുന്നി മുജാഹിദ് തർക്കമുള്ള വെച്ചല്ലേ, ഇപ്പം അതിൽ വാദപ്രയോഗം നടത്തണ്ടല്ലോ. ശരി. അപ്പോൾ ആ ജുമുഅ ഒരു യാത്രക്കാരൻ നിസ്കരിച്ചാൽ ഓൻ നിസ്കരിച്ചപ്പോൾ എന്താ അവൻ്റെ സുന്നത്ത് നിസ്കാരമല്ലേ? ജുമ നിസ്കരിച്ചല്ലോ. ജുമ അവനെ സംബന്ധിച്ച് ജുമാൻ്റെ ഹുക്കും സുന്നത്തുള്ളൂ, നിർബന്ധമല്ല. അപ്പോൾ ആ സുന്നത്ത് കൊണ്ട് ഫർളായ ലോറ് വീടോ? അഭിപ്രായ വ്യത്യാസമല്ലേ? അപ്പോൾ ഇത് ഇസ്ലാം കൊടുത്തൊരു ഇളവാണ്. ഇപ്പോൾ സ്ത്രീകൾക്കും അങ്ങനെ തന്നെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജുമ അവർക്ക് നിർബന്ധമില്ല, നീട്ടിക്കാൻ പറഞ്ഞു. ജുമ നിർബന്ധമല്ല. പക്ഷെ ഒരു പെണ്ണ് ജുമ നിസ്കരിച്ചാൽ ളുഹർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇത് ലോകത്തെല്ലാവർക്കും ഉള്ള. പിന്നെ ചില ആളുകൾ പരിഹസിക്കണമെന്ന് വെച്ചാൽ ഇമാമ് മാത്രമാണ് ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ ജുമ നടത്താൻ പറ്റുമോ? എന്തിനാ പിന്നെ അത് അതൊക്കെ ആരെയാണ് ഇവർ പരിഹസിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിക്കണത്. മാത്രമല്ല, ഈ ആളുകൾ ചിന്തിക്കണ്ടേ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകൾക്കും ചിലപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞോളന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇത് പരിഹസിച്ച് ഇത് പറഞ്ഞ ഒരു പേരോട് മുസ്ലിയാർ മൂപ്പര് പിന്നെ സൗദിയിൽ നിന്ന് വരാൻ നോട്ടിക്കോളി. ഇവിടെ പെരുന്നാളാണ്, ഇവർ തലേന്ന് പോകുന്നു. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈറ്റ് ഇവിടെ പിന്നെ ഇറങ്ങിയത് എപ്പോഴാണ്? 9 മണിക്കാണ് നോട്ടിക്കോളി. ഇവർക്ക് പെരുന്നാൾ നിസ്കാരം കിട്ടിയില്ല. ഇവർ വേറെ എത്തുമ്പോൾ തന്നെ പെരുന്നാൾ നിസ്കാരം കഴിയുമല്ലോ. ആ പേരോടിനെ സംബന്ധിച്ചിടത്തോളം ജുമ നിർബന്ധമാണ്. അപ്പോൾ ജുമ നിർബന്ധമാണെങ്കിൽ ആ നാട്ടിൽ എന്ത് ചെയ്യണം? ഇമാമ് പിന്നെ ജുമ അടക്കണ്ടേ? അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ സംബന്ധിച്ച് ജുമക്ക് പോകാൻ നിർബന്ധമാണ്. അപ്പോൾ ആ പോകാൻ നിർബന്ധമായതുകൊണ്ട് നാട്ടിൽ ജുമ അടക്കണം. അതിനാണ് ഇമാമിന് ജുമ നിർബന്ധമെന്ന് പറഞ്ഞത്. അല്ലാതെ ഇതിൽ പരിഹാസ്യമല്ല, ഇതിനൊക്കെ ഹിക്മത്തുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ യഥാർത്ഥത്തിൽ ഈ ആളുകൾ ദീനിനെ പറ്റി മാത്രമല്ല, അവസാനം ഇത് സുപ്രഭാതം തന്നെ ഹക്ക് പറഞ്ഞല്ലോ, വലിയ വിചിത്രവാദം എന്ന് പറഞ്ഞ ആളുകൾ അതേ സുപ്രഭാതത്തിൽ തന്നെ പിന്നെ യു എ ഔക്കാഫ് സലഫികളായിരുന്നില്ല, അശ്വരികളാണ്. ഇവിടെ കാന്തപുരത്തിനൊക്കെ വലിയ പിടിപാടുള്ള കേന്ദ്രമാണ് യു എ എന്ന് പറഞ്ഞത്. അവിടുത്തെ ഔക്കാഫിൻ്റെ പ്രസ്താവന സുപ്രഭാതത്തിൽ വന്നു, പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് ജുമുഅ ഒഴിവാക്കി, വീടുകളിൽ ളുഹർ നമസ്കാരം ഒഴിവാക്കി എന്നാണ്. അപ്പോൾ ഇതിന് ഒഴിവാക്കിയാരാ? സലഫികളല്ല, ഇത് സുപ്രഭാതം പറഞ്ഞത്. ചില പണ്ഡിതന്മാർ അനുമതി നൽകിയിട്ടുണ്ട്. ആ പണ്ഡിതന്മാർ അനുമതി നൽകിയത് റസൂലുള്ളാഹിൻ്റെ സുന്നത്തനുസരിച്ചുകൊണ്ട്. അതാണ് സലഫികൾ പറയുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം കൊണ്ട് ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ പിന്നെ മുജാഹിദീങ്ങളെ മുട്ടുകുത്തിക്കാൻ തൽക്കാലങ്ങൾ കൊണ്ട് എന്ത് ചെയ്യില്ല, പ്രമാണങ്ങൾ കൊണ്ട് കഴിയില്ല. കാരണം നമ്മൾ പറയുന്ന ഏതൊരു കാര്യം പ്രമാണങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പറഞ്ഞത് എന്നുള്ളത് ഈ വിമർശിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കിയാൽ നന്നുള്ളതാണ് അത് വിഷയത്തിൽ പറയേണ്ടത്. മാലിക് സലഫിയുടെ സംസാരത്തിൽ പറഞ്ഞ പോലെ ശരിക്ക് സമസ്തക്കാരും വേറെ പലരും ഒക്കെ ഇത് ഏറ്റെടുത്തല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങളെയാണല്ലോ ഇപ്പോൾ അവർ പരിഹസിച്ചത്. ശരിക്ക് അത് എത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് പലപ്പോഴും നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ പറഞ്ഞ് വന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഹദീസിൽ വ്യക്തമായി ഇത് റുഖ്സ നൽകപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഹദീസിൽ വന്നിരിക്കെ അതിനെ കളിയാക്കുക, ചോദ്യം ചെയ്യുക എന്നത് അറിവില്ലായ്മയാണ്. 1. 2, വിവേകത്തിൻ്റെ കുറവാണ്. വിവേകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, അങ്ങനെ ചെയ്യൂല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എല്ലാവരും കയറി നിരങ്ങുകയാണ്. അതും ആ ചില ആളുകൾ വീഡിയോ തുടങ്ങുന്ന തന്നെ ഒരു പ്രത്യേക ചിരിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ ഹദീസിൽ ഇത്രയും വ്യക്തമായ റഹസ എന്ന് എടുത്തു പറഞ്ഞൊരു കാര്യത്തെ കളിയാക്കുക, ചോദ്യം ചെയ്യുക എന്ന പ്രവണതയാണ് നമ്മൾ കണ്ടത്. 2, ഇപ്പോൾ
എല്ലാവരും പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ സുന്നത്താണ്, ഹദീസാണ് ഞങ്ങൾ അംഗീകരിക്കണത്, ഞങ്ങൾ അഹ്ലുസുന്നൻ്റെ ആളുകളാണെന്ന് പറയും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഹദീസുകളൊക്കെ പ്രകാരം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഖൗല്, അവിടെ നിൻ്റെ വാക്കാണല്ലോ ഇപ്പോൾ ഈ വിഷയം. ഖൗല് സുന്നത്താണ്, ഹദീസാണെന്ന് അറിയാം. അപ്പോൾ റസൂൽ അതേപോലെ തന്നെ ഖുലഫായിൻ്റെ ചര്യ, സുന്നത്തി വ സുന്നത്തുൽ ഖുലഫാ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, ഖുലഫായിൻ്റെ ചര്യ, ഈ രണ്ടിനെയും ശക്തമായി അവമതിക്കുന്ന രീതിയാണ് എന്തായത് ഇവിടെ കണ്ടത്. ഒരു വിലയും കൊടുക്കാതെ എന്ത് ചെയ്യുക, പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുന്ന രീതിയാണ്. അപ്പോൾ ഞങ്ങൾ സുന്നത്തിൻ്റെ ആളുകളാണ്, സുന്നത്തിൻ്റെ വക്താക്കളാണ് എന്ന് ആര് പറഞ്ഞാലും, ഇപ്പോൾ സമസ്തക്കാരാകട്ടെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട KNM ആകട്ടെ, ഏത് വിഭാഗമാകട്ടെ, അവരൊക്കെ വർത്തമാനത്തിൽ ഇത് കണ്ടു. അപ്പോൾ സുന്നത്തിൻ്റെ ആളുകളാണ് എന്ന് സമൂഹത്തോട് പറയുമ്പോൾ ഇത്തരം സമീപനങ്ങളെ പറ്റി അവരെന്ത് ചെയ്യണം, ശരിക്കൊന്ന് വിലയിരുത്തണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഈ സംഘടനാ പക്ഷപാതിത്വവും ഈ സങ്കുചിത മനോഭാവവും ഒക്കെ പിന്നെ ബാധിച്ചിട്ട് പരിഹാസം എന്നത് അതിൻ്റെ അപകടത്തിലാണ്. നമ്മളിപ്പോൾ സാധാരണ ഒരാളെ അയാളുടെ സംസാരത്തെയോ അല്ലെങ്കിൽ അയാളുടെ നിലപാടുകളെയോ പരിഹസിച്ചാൽ പോലും സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നത്തിലാണ്. ഇത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അമ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബി ഗൈറ സബീൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിരിച്ച് തീരുമാനമാക്കി തന്നിട്ട് അതിന് എതിരായി നിൽക്കുന്നവർ ആരായാലും അവർ തിരിഞ്ഞൊടുത്തേക്ക് അള്ളാഹു തിരിച്ചുവിടുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും പറ്റിയ സ്വഭാവത്തിലേക്ക് അള്ളാഹു അവരെ തിരിച്ചുവിടും എന്നാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഭീമമായ കളവ് സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ മുറിവൈദ്യന്മാരായ മുസ്ലിയാക്കന്മാർക്കും മടി വന്നില്ല, വലിയ തലപ്പത്തിരിക്കുന്ന മുസ്ലിയാക്കന്മാർക്കും മടി. ഇപ്പോൾ കാന്തപുരം മുസ്ലിയാർ, കാന്തപുരം ഈ വിഷയ സംബന്ധമായിട്ട് അയാൾ തുറന്ന് പറയാണ്, ജുമാ തന്നെ ഇല്ലാതെയാക്കി, ജുമാക്ക് പോകണ്ട എന്ന് പറഞ്ഞു. എന്തിനാണ് ഈ കളവ് സമൂഹത്തോട് പറയുന്നത്? എന്തുമാത്രം വലിയ കളവാണ്. ഇപ്പോൾ ഇവിടെ ഹദീസ് സൂചിപ്പിച്ചു, അതേപോലെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ചു, ഷാഫിഈ മദ്ഹബിൻ്റെ നിലപാട് സൂചിപ്പിച്ചു. നമുക്ക് ഇവരെ പോലുള്ള മുസ്ലിയാക്കന്മാരോടൊക്കെ സ്നേഹത്തിൽ പറയും, ഇവർ താഴെ തട്ടിന്ന് ഈ ഫിഖ്ഹൊക്കെ ഒന്ന് പഠിച്ചു പോരട്ടെന്നാണ്. ഏതെങ്കിലും കുറേ പാളക്കിതാബ് വായിച്ചിട്ട് അതന്നെയാണ് ദീന്, അതന്നെയാണ് ദീനിൻ്റെ വിധി എന്ന നിലപാടിൽ അവരുള്ളത്. അപ്പോൾ ശരിക്കൊന്ന് വായിച്ച് പഠിച്ചു പോരട്ടെ എന്നാണ്, അപ്പോൾ ആ പ്രമാണം പഠിച്ചു പോരട്ടെ എന്നാണ് ഇവരോട് പറയാനുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതി വെച്ചാൽ, മതവിധി മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ സാഹചര്യം തന്നെ നമുക്കറിയാം. പിന്നെ ബഹുമാനായ ഫൈസൽ മൗലവിയോട് ചോദിക്കണം ഒരാൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സുഇല അൻ ഇൽമിൻ ഫകതമഹു. ഒരു ഇൽമു ചോദിക്കപ്പെട്ടിട്ട് അതിങ്ങനെ മറച്ചു വെച്ചു അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ അൽജമഹുല്ലാഹു ബിലിജാമിൻ മിൻ നാരി യൗമിൽ ഖിയാമ എന്നാണ്. യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ ഒരു കടിഞ്ഞാണ് ധരിപ്പിക്കുന്നത്. അപ്പോൾ ആ പേടി ഉള്ളവർക്ക് മതവിധി പറയാതിരിക്കാൻ കഴിയൂല. അതുകൊണ്ട് മതവിധി പറയാൻ മടിയുള്ളവർക്ക് ചിലപ്പോൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെ നിലപാടുകളെ മുടക്കാനും അതിൽ നിന്ന് അത് പഠിക്കുന്ന ആളുകളെ തടയാനൊക്കെ തന്നെയാണ് അവരെ മനസ്സ് എപ്പോഴും മുതിരുക എന്നുകൂടി എന്ത് ചെയ്യണം, ഈ ഒരു സാഹചര്യത്തിൽ പേടിയോടെ നമ്മൾ കാണുമ്പോൾ. ഖുർആൻ നേരത്തെ നമ്മൾ പറഞ്ഞ കപടന്മാരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, വല തഅരിഫന്നഹും ഫീ ലഹനിൽ ഖൗൽ എന്നാണ്. വർത്താനത്തിൻ്റെ ആ മാധുര്യം കണ്ടാൽ തന്നെ അറിയാം ശരിക്കും അതവിടെ ഉണ്ടായത്. കാരണം ഒരു മുസ്ലിയാർ ഇങ്ങനെ ഇളിച്ചിന് വരും, വേറൊരു മുസ്ലിയാർ അതിനെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ചില ആൾക്കാർ എവിടെ നിന്നൊക്കെ ഇങ്ങനെ തപ്പിടുത്ത് കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും ഈ ഒരു വിധിയെ കണ്ട് ഇല്ലാതെയാക്കണം. അപ്പോൾ ആ വർത്താനം കേട്ടാൽ തന്നെ അറിയാം. അതാണ് ഷെയ്ഖ് നാസിർ സായിദ് റഹിമഹുല്ലൊക്കെ പറഞ്ഞു വെച്ചാൽ, നാവ് ഫൈനൽ അൽസിന പിന്നെ മഗാരിഫുൽ ഖുലൂബ് എന്നാണ്. നാവാണ് പറഞ്ഞൊരു മനസ്സെന്താന്നുള്ളത്. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിഹാസങ്ങളിലും അതേ മതവിധികളെ അവമതിക്കുന്ന കാര്യങ്ങളിലും അകപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കേണ്ടത്. ശരിക്ക് ഈ ഒരു വിഷയം ഇവിടെ ചർച്ചയാക്കിയതിൻ്റെ പിന്നിൽ ചില ആളുകൾക്ക് അവരുടെ ഉള്ളിലെ ചിലതൊക്കെ മറച്ചു വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാണ്.